നമുക്കേ ഇന്നൊരു ചിക്കൻ പെരട്ടുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് മസാല ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 10-20 ചെറുള്ളി, ഒരു 10-20 വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2-3 ടീസ്പൂൺ തൈരും കൂടി ചേർക്കും കേട്ടോ. തൈരും ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ നമ്മളതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാൻ ഉപ്പും ഇട്ടു. ഇതേ കുറച്ച് തൈര് ഒഴിക്കുക കേട്ടോ, കുറച്ച് പുളിക്ക് മാത്രം. എന്നിട്ട് ലേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം, കുറച്ച് ഒരു 2-3-4 ടീസ്പൂൺ, ഇതൊന്ന് അരഞ്ഞ് പേസ്റ്റ് പരിവാകാനുള്ള വെള്ളവും കൂടി ഇട്ട്, പിന്നെ മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് 2 പീസ് കറുകപ്പട്ട ഇട്ട്, കുറച്ച് വേപ്പില ഇട്ട്, പിന്നെ നമ്മൾ അരച്ച് കൊണ്ടുവന്ന മസാലകൾ അങ്ങനെ ഒഴിച്ചു. ഇനി ഈ മസാലയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ടോ, മസാലയൊക്കെ നല്ല നെയ്യ് തെളിഞ്ഞ് അതിൻ്റെ പച്ച മണമൊക്കെ പോയി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ഇറച്ചി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അത് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനാണ് കേട്ടോ, ഒരു 1/2 കിലോ ഉണ്ട് കേട്ടോ. അതിനുള്ള മസാലയാണ് ഞാൻ കൂട്ടിയത്. വേണ്ട, ഇനി ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഈ ചിക്കനിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതൊക്കെ മതിയാവും ഇത് വേകാൻ. എന്താ തൈരില്ലാന്ന് വെച്ച് നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ മറ്റേ ചെറുനാരങ്ങ നീരോ, ഒരു ചെറുനാരങ്ങയുടെ നീരോ ഒഴിച്ചാൽ മതി കേട്ടോ, കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നിങ്ങളുടെ ചിക്കൻ പെരട്ട് എന്തായി എന്നൊന്ന് നോക്കാം. ചിക്കൻ എൻ്റെ സ്റ്റൈലിലുള്ള പെരട്ടാണ് ഇപ്പോൾ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. സെറ്റായി വരുന്നുണ്ട്. ഒരല്പം വെള്ളവും കൂടി പറ്റട്ടെ. ഇതിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുക ചാറ്, അതാണ് കേട്ടോ. ഒരു 5 മിനിറ്റും കൂടി കഴിയട്ടെ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വയ്ക്കാം. ഞാൻ 2 പത്തിരി എടുത്തിട്ടുണ്ട്. ഇവിടെ റയാൻകുട്ടനും സേറിഷ് കുട്ടിയും ഈ ചിക്കൻ കറി കണ്ട് കൊതി വിട്ട് നിൽക്കണ്ട. അവർക്ക് 2 പേർക്കും കൂടി നമുക്ക് കൊടുക്കാം ഈ പത്തിരിയുടെ കൂടെ. ഓക്കെ, സൂപ്പർ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഓക്കെ, സൂപ്പർ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഓക്കെ.